Hi friends, welcome back to Aadis Galaxy. ഇന്ന് ഞാനൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഇതുപോലത്തെ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പിക്ചർ നമ്മളിവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഔട്ട്ലൈനറാണ്, ഗ്ലാസ് ഔട്ട്ലൈനർ. ഇത് ഗ്ലാസ് പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള കളേഴ്സിലുള്ള ഗ്ലാസ് പെയിൻറ്റും വേണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു OHP ഷീറ്റ് പിക്ചറിൻ്റെ മുകളിലായിട്ടൊന്ന് മെല്ലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതങ്ങനെ ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആ പിക്ചർ നന്നായിട്ട് ആ OHP ഷീറ്റിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി അതിന് മുകളിലൂടെ നമുക്ക് ഈ ഔട്ട്ലൈനർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ഏതാ വേണ്ടത് വെച്ചാൽ എടുക്കാം. ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയും ഗ്യാപ്പ് വരാണ്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്പ്രെഡായി പോകും, പുറത്തേക്ക് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാം. ഇതുപോലെ ആവശ്യമുള്ള പിക്ചർ പ്രിൻ്റ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇത് സാധാരണ ഗ്ലാസ്സിലാണ് ചെയ്യാറ്. ഗ്ലാസ് ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള OHP ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിലും ചെയ്തെടുക്കാം. പിന്നീട് കട്ടിയുള്ള പേപ്പറിലും നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാം. പക്ഷെ നേരിട്ട് നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ ഒരു OHP ഷീറ്റ് അവിടെ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. കാരണം OHP ഷീറ്റ് ആ പേപ്പറിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോഴേ അറിയുള്ളൂ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ഗ്ലാസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ റെഡ് കളറും ഗ്രീൻ കളറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സിനകത്ത് ഇതുപോലെ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഗ്ലാസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഔട്ട്ലൈനറിൻ്റെ മുകളിൽ ആവരുത്, അതിന് പുറത്തേക്കും സ്പ്രെഡായി പോവാണ്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ലീഫിനും തണ്ടിനും ഒക്കെ ഞാൻ ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ടൈം വെക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പം അത് രണ്ടും കൂടെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരും. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു പിന്ന് വെച്ചിട്ടെങ്ങാനും കുത്തിയിട്ട് അത് അങ്ങോട്ട് മാറ്റിക്കളയണം, അല്ലെങ്കിൽ ഒരു നീറ്റാവില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് മാറ്റി. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഞാനൊരു ഗ്ലൈസിംഗ് ഉള്ള ഒരു സിൽവർ കളറുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രെയിം ചെയ്യാം. ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുമ്പം നമ്മൾ വരച്ചിട്ടുള്ള ഭാഗം ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രെയിം ഒരു ഫോം ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ പിക്ചർ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെയ്തിട്ടുള്ള കുറച്ച് ഗ്ലാസ് പെയിൻറ്റ്സ് ആണ് ഇതെല്ലാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.